ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, പിന്നെ ഒരു 3 വറ്റൽമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ആദ്യം ഒരു പാന് ചൂടാക്കാം. അതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് വെച്ച നമ്മുടെ നെല്ലിക്ക, ഈ ഒരു വലുപ്പത്തിന് വേണം നെല്ലിക്ക മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായി വഴറ്റിയെടുക്കാം. നെല്ലിക്കയുടെ പച്ച മണമൊക്കെ മാറി നെല്ലിക്ക ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്ക് അതിൻ്റെ ആ തോലും കാര്യങ്ങളൊക്കെ ഒന്ന് കളറ് മാറട്ടെ, അതുവരെ നമുക്ക് ഈ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ചെറുതായി ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അതെടുത്ത് മാറ്റാം. അതിലേക്ക് അതേ പാനിലേക്ക് നമുക്ക് ആ മുളകിട്ട് കൊടുക്കാം. ആ മുളകിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളർ കിട്ടും. ആ മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്, അതും മാറ്റിയെടുക്കാം. ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടി തണിയാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല തീയിൽ തന്നെ ഇട്ടോ, വലിയ രീതിയിലൊന്നും വഴറ്റുന്നൊന്നുമില്ല, ചെറുതായിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചച്ചൊവയൊന്ന് മാറിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിനെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് തന്നെ ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിലൊന്നും വറുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കിയ ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിന് തണിയാൻ വേണ്ടി വെക്കാം. ഓക്കെ, നമുക്കിനി മിക്സിയിൽ ആദ്യം നമ്മൾ ആ നെല്ലിക്കയാണ് അടിച്ചെടുക്കുന്നത്. ആ നെല്ലിക്ക തീർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതും ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഒരു എന്താ പറയുക, തേങ്ങയൊക്കെ ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കിത് ഈ തേങ്ങയൊക്കെ മിക്സാക്കി ഈ ചമ്മന്തി ഉരുട്ടി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നെല്ലിക്ക വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.